മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും മുഖ്യമന്ത്രിയും മന്ത്രിമാരും LDF നേതാക്കളും ആക്രമിക്കുന്നത് ഒരിക്കലും മതേതര മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവർക്ക് മറക്കാൻ പറ്റുന്നതല്ല. മുസ്ലിം സഹോദരങ്ങളെ ഒരു പ്രത്യേക ചേരിയിലാക്കി ഇറക്കുന്ന നേതാക്കളുടെ പ്രസ്താവനകൾ കാണുമ്പോൾ ഇലക്ഷനുകളിൽ അവരെടുത്ത നിലപാടുകളെ തകർക്കാൻ തന്നെയാണ് ഇത്തരം വില കുറഞ്ഞ വികാര പ്രകടനങ്ങളിലൂടെ മനസ്സിലാകുന്നത്. BJP നേതാവ് നിതീഷ് റാണ കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കുകൾക്ക് പിന്തുണയെന്നോണം LDFന്റെ വിവിധ കോണുകളിൽ നിന്നും വർഗീയ പരാമർശങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുലിന്റെയും വിജയം SDPI സ്പോൺസേഡ് പരിപാടിയാണെന്ന് പറഞ്ഞതിന് പിന്നാലെ പാലോളി മുഹമ്മദ് കുട്ടിയുടെ മതേതര മലപ്പുറം മുന്നോട്ട് എന്ന മാഗസിനിലെ സൗമ്യദീപ്തം പാലോളി ജീവിതം എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആവശ്യമുന്നയിച്ചത് മലപ്പുറം ജില്ലയാണെന്ന് പറഞ്ഞതും മലപ്പുറത്ത് നിന്ന് ഹവാലപ്പണം പിടിച്ചെടുക്കുന്നതിനെ മുസ്ലിം തീവ്രവാദികളുമായി ബന്ധിപ്പിച്ച് രാജ്യവിരുദ്ധവും ദേശവിരുദ്ധവുമായ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതും ദ ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിലുണ്ട്.